സെയ്ഫ് അലി ഖാനെ ആക്രമിച്ച കേസിലെ പ്രതിയെ പോലീസ് ബാന്ദ്ര കോടതിയിൽ ഹാജരാക്കി. രാവിലെയാണ് പ്രതിയെ പിടികൂടിയത്. പ്രതിയെ പോലീസ് 5 ദിവസത്തെ കസ്റ്റഡിയിൽ വിട്ടു. അർജുൻ പീതാംബരനാണ് വിവരങ്ങൾ നൽകാനായിട്ടുള്ളത്. അർജുൻ, വലിയ അന്വേഷണമായി ഉണ്ടായിരുന്നു, വ്യാപകമായിട്ടുള്ള തെരച്ചിൽ. അതിനൊടുവിലാണ് ബംഗ്ലാദേശ് സ്വദേശിയെ പോലീസ് പിടികൂടുന്നത്. ഇപ്പോൾ കോടതിയിൽ ഹാജരാക്കിയിരിക്കുന്നു. ഇങ്ങനെയാണ് തുടർ നടപടികൾ. 5 ദിവസത്തെ കസ്റ്റഡി കാലാവധിയുണ്ട്. പോലീസിന്റെ നീക്കങ്ങൾ എന്തൊക്കെയാണ് ഇനി അന്വേഷണത്തിന്റെ പ്രധാന ഉദ്ദേശങ്ങൾ, ലക്ഷ്യങ്ങളൊക്കെ എങ്ങനെയായിരിക്കും? പോലീസിനെ വിശദമായി തന്നെ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ഇയാളുമായി മറ്റേതെങ്കിലും പ്രതികൾക്ക് ബന്ധമുണ്ടോ എന്നുള്ള കാര്യം, അതുപോലെ തന്നെ എന്തുകൊണ്ട് സെയ്ഫ് അലി ഖാന്റെ വീട് എന്നുള്ള കാര്യങ്ങളടക്കം പല കാര്യങ്ങളിലും പോലീസിന് ഇപ്പോഴും ഒരു വ്യക്തത വരേണ്ടതുണ്ട്. അതൊക്കെ കൊണ്ട് തന്നെയാണ് പോലീസ് കൂടുതലായിട്ട് ഇയാളെ ചോദ്യം ചെയ്യണമെന്നുള്ള ആവശ്യം കോടതിയിൽ ഉന്നയിച്ചത്. 14 ദിവസത്തെ കസ്റ്റഡി ആവശ്യമായിരുന്നു കോടതിയിൽ, ബാന്ദ്ര കോടതിയിൽ പോലീസ് ആവശ്യപ്പെട്ടത്. പക്ഷേ 5 ദിവസത്തെ കസ്റ്റഡിയാണ് നിലവിൽ നൽകിയിരിക്കുന്നത്. മാത്രമല്ല, ഇയാൾ ബംഗ്ലാദേശിൽ നിന്ന് വന്നയാളാണ്, ബംഗ്ലാദേശ് സ്വദേശിയാണ് എന്നുള്ള കാര്യം പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇയാളുടെ ജനന സർട്ടിഫിക്കറ്റ് അടക്കം പരിശോധിച്ച ശേഷമാണ് ഇയാൾ ബംഗ്ലാദേശ് സ്വദേശി തന്നെയാണ് എന്നുള്ള കാര്യം പോലീസും പറയുന്നത്. ഇയാളെ ബംഗ്ലാദേശിൽ നിന്ന് 5 ദിവസം കസ്റ്റഡി അനുവദിക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തിയത് പ്രതിഭാഗവും വലിയ രീതിയിൽ വാദങ്ങൾ ഉന്നയിച്ചിരുന്നു. പ്രധാനമായിട്ടും പോലീസിന്റെ വാദങ്ങൾ തെറ്റാണ് എന്നുള്ള കാര്യം, ഒപ്പം തന്നെ ഇയാൾ കഴിഞ്ഞ 7 വർഷമായി മുംബൈയിൽ ജീവിക്കുന്നുണ്ട്, കുടുംബവും ഒപ്പം ഉണ്ട് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ പ്രതിഭാഗം ഉന്നയിച്ചു. ഒപ്പം തന്നെ നിലവിൽ കസ്റ്റഡിയിൽ നൽകാനുള്ള തെളിവുകൾ തന്നെ ഇല്ല എന്നുള്ള കാര്യം ഉന്നയിച്ച് പ്രതിഭാഗവും രംഗത്ത് വന്നതോടുകൂടിയാണ് 14 ദിവസം എന്നുള്ള ആവശ്യം, അതിൽ 5 ദിവസത്തെ കസ്റ്റഡി നിലവിൽ പോലീസിന് നൽകിയിരിക്കുന്നത്. കോടതി പറയുന്ന കാര്യങ്ങൾ, ഈ സെയ്ഫ് അലി ഖാന്റെ വീട്ടിൽ കയറിയതും ഇതുപോലത്തെ ഒരു മോഷണം 10 ഇട്ടതും അതുപോലെ തന്നെ ഇത്തരത്തിലൊരു ആക്രമണം നടത്തിയതും അത് ആസൂത്രിതമായിരുന്നു എന്നുള്ളൊരു കാര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇയാൾക്ക് പുറത്തു നിന്നും സഹായം ലഭിച്ചു എന്നുള്ള കാര്യങ്ങളടക്കം പരിശോധിക്കണം. അത്തരത്തിലുള്ള വാദങ്ങൾ പോലീസും ഉന്നയിച്ചു. അതടക്കം പരിശോധിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ 5 ദിവസത്തെ കസ്റ്റഡി നൽകിയിരിക്കുന്നത് പോലീസിന്. ഒപ്പം തന്നെ ഇയാളെ വിശദമായി ചോദ്യം ചെയ്ത് റിപ്പോർട്ടും ഈ 5 ദിവസത്തിന് ശേഷം ബാന്ദ്ര കോടതിയിൽ ഹാജരാക്കണമെന്നുള്ള കാര്യം കൂടി കോടതി ഇന്ന് പോലീസിനോട് അറിയിച്ചിട്ടുണ്ട്. 2 കാര്യങ്ങളിലാണ് പ്രധാനമായിട്ടും ഈ അന്വേഷണം നടക്കാൻ പോകുന്നത്. ഒന്ന്, ഇയാൾക്ക് പരസഹായം ലഭിച്ചോ എന്നുള്ളത്, ഇയാൾ എങ്ങനെ വീടിനകത്തെത്തി, എങ്ങനെയാണ് ഇത്രയും വലിയൊരു ആക്രമണം, മോഷണം, അതിനെല്ലാം പദ്ധതി ഇട്ടത്. ഇയാൾ കഴിഞ്ഞ 5 മാസമായിട്ട് മുംബൈയിലേക്ക് എത്തിയതാണ്. ഇയാൾക്ക് മറ്റ് തിരിച്ചറിയൽ കാർഡുകളോ മറ്റു രേഖകളോ ഒന്നുമില്ല. ആ തരത്തിലുള്ള വിവരങ്ങളൊക്കെ നേരത്തെ അർജുൻ നൽകുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഇയാൾക്ക് വേണ്ടി ആരാണ് കോടതിയിൽ ഹാജരായിട്ടുള്ളത്? വക്കീൽ? തീർച്ചയായിട്ടും മറ്റാളുകൾ, അതായത് കുടുംബം ഉൾപ്പെടെയുള്ള ആളുകൾ ഏൽപ്പിച്ചൊരു വക്കീലായിരുന്നില്ല, പൊതു താല്പര്യ രീതിയിൽ തന്നെ വന്നൊരു വക്കീൽ തന്നെയായിരുന്നു എന്നുള്ളതാണ് അദ്ദേഹം പറയുന്ന കാര്യം. ആരെയും തന്നെ ഏൽപ്പിച്ചിട്ടില്ല എന്നുള്ള കാര്യമായിരുന്നു അദ്ദേഹവും പറയുന്നത്. എന്തായാലും അദ്ദേഹം വലിയ രീതിയിലുള്ള വാദങ്ങൾ അവിടെ ഉന്നയിച്ചിരുന്നു. അതിൻ്റെ കൂടി കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ 5 ദിവസത്തെ കസ്റ്റഡി ഇപ്പോൾ പോലീസിന് നൽകിയിരിക്കുന്നത്. ഇയാൾ എങ്ങനെ ബംഗ്ലാദേശിൽ നിന്ന് എത്തി എന്നുള്ള കാര്യവും അടക്കം പോലീസ് പരിശോധിക്കുമെന്നുള്ളതാണ് ഇപ്പോൾ പറയുന്നത്. ഇനി ഇയാളുടെ കുടുംബം അടക്കം എന്തെങ്കിലും പ്രതിഷേധം ഉന്നയിച്ച് രംഗത്ത് വരുമോ എന്നുള്ള കാര്യം അടക്കം സംശയിക്കുന്നുണ്ട്. കാരണം പ്രതിഭാഗത്തിൻ്റെ വാദങ്ങൾ അനുസരിച്ച് ഇയാൾ 7 വർഷമായിട്ട് മുംബൈയിൽ താമസിക്കുന്ന ആളാണ്, മാത്രമല്ല കുടുംബത്തോടൊപ്പം താമസിക്കുന്ന ആളാണ്. പക്ഷേ അങ്ങനെ അവകാശം ഉന്നയിച്ച് കുടുംബമോ ഒന്നും തന്നെ ഇതുവരെയും രംഗത്ത് എത്തിയിട്ടില്ല. എന്തായാലും 5 ദിവസത്തെ കസ്റ്റഡി കാലാവധി പോലീസിന്റെ കയ്യിലുണ്ട്. സെയ്ഫ് അലി ഖാനെ ആക്രമിച്ച കേസിലെ പ്രതിയെ എന്തായാലും പോലീസ് പിടികൂടി കോടതിയിൽ ഹാജരാക്കിയിരിക്കുകയാണ്. എന്തായാലും കേസിന്റെ തുടരന്വേഷണങ്ങൾ നടക്കുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾ, എങ്ങനെയാണ് സെയ്ഫ് അലി ഖാന്റെ വീടിന് ലക്ഷ്യമിട്ട് തന്നെ ഇയാൾ എത്തിയത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇനി പുറത്തു വരേണ്ടതുണ്ട്. അതിന്റെയൊക്കെ വിശദാംശങ്ങളാണ് അർജുൻ പീതാംബരൻ നൽകിയത്.